Welcome to Recipes for Easy Cooking. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ലെന്റിൽ സൂപ്പാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പാണ്. സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ 1 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. തുവരപ്പരിപ്പാണ് ഇതിനായിട്ട് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഈ പരിപ്പിനെ നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം കുക്കറിൽ 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടാനായി കുക്കറിലൊന്ന് വേവിച്ചെടുക്കുന്നതേ ഉള്ളൂ. സാധാരണ ഓരോ രാജ്യത്തും കിട്ടുന്ന പരിപ്പിൻ്റെ സൈസിലും കളറിലും വ്യത്യാസമുണ്ടാവും. ചില പരിപ്പാണെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത ശേഷമായിരിക്കും വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ സാധാരണ നമ്മൾ എങ്ങനെയാണോ പരിപ്പ് വേവിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ വേവിച്ചെടുത്താൽ മതി. കുക്കറിൽ പരിപ്പ് ഇട്ട് കൊടുത്ത ശേഷം ഞാൻ ഇതുപോലെ ഒരു വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പരിപ്പ് കഴിക്കുമ്പോൾ ദഹന സംബന്ധമായ അസുഖങ്ങളൊന്നും വരാതിരിക്കുന്നതിന് വെളുത്തുള്ളി കൂടെ ചേർത്ത് വേവിക്കുന്നത് നല്ലതാണ്. ഇനി ഇതിൽ 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം 1 വിസിൽ വരുന്നത് വരെ വേവിക്കാം. കുക്കറിൽ ഇപ്പോൾ 1 വിസിൽ വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം പ്രഷർ മാറാനായി മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് സൂപ്പിൽ ചേർക്കാനുള്ള ബാക്കി സാധനങ്ങളെല്ലാം തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത ശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് നന്നായി ചൂടായി കഴിഞ്ഞ ശേഷം 1/2 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം ഒന്ന് നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ഒരു വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വെന്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ വെന്ത് വന്ന ശേഷം 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എണ്ണയിലൊന്ന് നന്നായി ചൂടായി വരണം. അതിനായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഈ സവാള ഒന്ന് വെന്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് റോസ്റ്റായി കളറ് മാറി വരേണ്ട ആവശ്യമില്ല. സവാള ഒന്ന് വെന്ത് വന്നാൽ മതി. സവാള പെട്ടെന്ന് വെന്ത് കിട്ടാനായി അല്പം ഉപ്പ് കൂടെ ചേർത്ത ശേഷം വഴറ്റി കൊടുക്കാം. സവാള ഇതുപോലെ നന്നായി വെന്ത ശേഷം ഒരു വലിയ ടൊമാറ്റോ ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ടൊമാറ്റോ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ടൊമാറ്റോ നന്നായിട്ട് വെന്ത് വരണം. അതിനായി നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അടപ്പ് വെച്ച് മൂടി കുറച്ച് സമയം വേവിക്കാം. ഏകദേശം 1 മിനിറ്റോളം ചെറിയ തീയിൽ വേവിച്ചാൽ മതിയാവും. ടൊമാറ്റോ ഇതുപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നുകൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതുപോലെ വഴറ്റിയ ശേഷം 1/2 കപ്പോളം ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കണം. ബീൻസ് കൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ബീൻസ് നന്നായിട്ട് വെന്ത് വരണം. ബീൻസ് വെന്ത് അതിൻ്റെ പച്ച ടേസ്റ്റ് മാറി വരണം. ബീൻസ് ഇതുപോലെ വെന്ത ശേഷം 1/2 കപ്പോളം ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് കൂടെ ചേർത്ത ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. സാധാരണ സൂപ്പ് വയ്ക്കുമ്പോൾ വെജിറ്റബിൾസ് ഇതുപോലെ വഴറ്റിയെടുക്കാതെ സൂപ്പ് വയ്ക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ വെജിറ്റബിൾസ് എല്ലാം എണ്ണയിലൊന്ന് വഴറ്റിയ ശേഷം സൂപ്പ് ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. വെജിറ്റബിൾസ് ഇതുപോലെ വേവിച്ച ശേഷം നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്ത ശേഷം ഞാനിതിൽ 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത ശേഷം 1/2 ടീസ്പൂണോളം ബിരിയാണി മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂണോളം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം സൂപ്പിന് ടേസ്റ്റ് കൂടാനായി ചിക്കൻ സ്റ്റോക്ക് അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെ ബ്രെഡിനകത്ത് വെച്ച് കഴിക്കുന്ന സലാമി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരം വേണമെങ്കിൽ അല്പം ചിക്കൻ ചെറുതായി അരിഞ്ഞ ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച ശേഷം ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഉപ്പ് നോക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത ശേഷം മൂടി വെച്ച് തിളയ്ക്കുന്നത് വരെ ഒന്നുകൂടെ ചൂടാക്കണം. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും സൂപ്പ് റെഡിയായിട്ടുണ്ടാവും. പരിപ്പ് ദിവസവും കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും സഹായിക്കും. ഇപ്പോൾ സൂപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 മിനിറ്റോളം ഒന്ന് മൂടി വയ്ക്കണം. ഇത് സാധാരണ ബന്നിനൊപ്പം കഴിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പാണ്. സൂപ്പ് റെഡിയായിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ വിളമ്പാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.